ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് ഫാമിലിക്കൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പെഷ്യലാക്കാൻ പറ്റുന്ന, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാട്ടോ കാണിക്കുന്നത്. അതിന് കൂടെ ഒരു സന്തോഷം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസല്ല, പല പല ടൈമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സിംഗിൾ വീഡിയോ ഒക്കെ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ലോങ് വീഡിയോസ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ റിക്വസ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. പുട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ പുട്ടും പഴവും ഒക്കെ എല്ലാവരും കഴിക്കുന്നതും പുട്ടും പഴം കൂടി മിക്സാക്കി ഉണ്ടാക്കുന്നതൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു പുട്ടും പഴത്തിൻ്റെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ പഴം പുട്ട് എന്ന് വേണമെങ്കിലും പറയാം. രാവിലെ കുറച്ചധികം തിരക്കുള്ള ദിവസം അല്ലെങ്കിൽ കറിയൊന്നും കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗ്രീൻ ഹോപ്പർ എന്നുള്ള ബ്രാൻഡിൻ്റെ ഹോമി ഗ്രീൻ ചെമ്പാ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാണ് കുറച്ച് സമയം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊടി ഇങ്ങനെ കാണുമ്പോൾ നല്ല തരിതരി പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ആ ഒരു നെല്ലൂത്തരിൻ്റെ ആ ഒരു ടേസ്റ്റുള്ള ഒരു പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം പഴംപുട്ടിലേക്ക് വേണ്ടിയുള്ള പഴം എടുത്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പഴം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഡൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര പൊടിച്ചത് ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ എനിക്കെന്തോ പുട്ടിൻ്റെ കൂടെ പഞ്ചസാര ഇങ്ങനെ കടിച്ച് തിന്നാട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ഹെൽത്തി ആക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ചേർക്കുന്നത്. അത് ഈ ഒരു പശുവിൻ നെയ്യാണ്. അത് ഈ ഒരു പഴത്തിൻ്റെ കൂടെ ചേർക്കുമ്പം അത് ആവിയിലൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആട്ടോ അതിന് കൊടുക്കുക. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ, പിന്നെ ആ ഒരു പഴത്തിൻ്റെ മിക്സ്, പിന്നെ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ പൊടി, പിന്നെ വീണ്ടും പഴത്തിൻ്റെ മിക്സ്, തേങ്ങ, അങ്ങനെ ആ ഒരു രീതിയിൽ പുട്ടുകുറ്റി നന്നായിട്ട് നിറച്ചെടുക്കുക കേട്ടോ. ശേഷം നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കാനുള്ള മൂടിയില്ല, കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ആക്കി നോക്കാം കേട്ടോ. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ. അടുത്തത് ഒരു ലഞ്ച് റെസിപ്പി ആട്ടോ. പെട്ടെന്നൊരു വിരുന്നുകാർ വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഓയിലിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓയിലിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്തിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല നേർമയാക്കി അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. തീ മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ സവാളൻ്റെ കറക്റ്റ് ഫ്ലേവർ പുറത്തേക്ക് വരിക. ഇനി അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതുപോലെ അങ്ങനെ നടു പിളർത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്.
ഇനി അതും അതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി ബ്രൗൺ കളറായി വരാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കിസ്മിസ് അതായത് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം വീർത്ത് വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കോരി മാറ്റാം. ഇനി അതേ ഓയിലിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2.5 വലിയ ഉള്ളി, 2 തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കി വെച്ചതും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി സെറ്റായി വരണം കേട്ടോ. ഈ സമയത്ത് ബിരിയാണിയിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയിലേക്ക് മാത്രമുള്ളത് ചേർക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉള്ളിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയിലയെന്ന് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ബാക്കി അവിടെ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ. വാടി തുടങ്ങിയാൽ പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. എനിക്ക് ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കളറും ഫ്ലേവറും അങ്ങനെ ഭയങ്കരമായിട്ട് ബിരിയാണി നിൽക്കുന്ന ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ കൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ബിരിയാണി മസാല ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഓൾറെഡി അതിലത് ഉണ്ടാവും. ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർക്കാൻ മറന്നതാണ്. അതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് വൈറ്റ് കളർ ആവുന്നത് വരെ ഇങ്ങനെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഫ്ലേവർ, മസാലേൻ്റെ ഒക്കെ ഒന്ന് ഫ്ലേവർ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ കൂടെ ഞാൻ അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുക്കർ ബിരിയാണിയിൽ നമ്മൾ തൈര് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വൈറ്റ് കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കൈമ റൈസ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി 1 കപ്പ് അരിയിലേക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അളവെടുക്കാനൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ മുക്കി നോക്കിയാൽ നമ്മളെ വിരലുമ്മൽ ഉണ്ടാവുന്ന ആ 2 വര മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ടൈമിൽ ടേസ്റ്റൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ്, എരിവ്, പുളിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അത്രയും മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു ബിരിയാണി വിളമ്പുക. നല്ല അടിപൊളിയായിട്ടുള്ള കുക്കർ ബിരിയാണി തന്നെയാണ്. കുക്കറിൽ വെച്ചെന്ന് കരുതി ബിരിയാണിയുടെ ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പപ്പടം പൊരിച്ചതും ഈത്തപ്പഴച്ചാറും നല്ലൊരു ബിരിയാണി ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് ഈ ഒരു ഐറ്റം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയാം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു സന്തോഷം പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സ്ഥിരമായിട്ട് പോകുന്നൊരു കഫേ തന്നെയാണ്. അപ്പോൾ എന്നും പോകുമ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കില്ല. അപ്പോൾ ഇന്നെന്തോ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി. ഞാനതങ്ങനെ ഈ വീഡിയോ ചെയ്തു, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ മെൻഷൻ ചെയ്തു. അപ്പോൾ അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തോ എനിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ ആ ഒരു ഇഷ്ടപ്പെട്ടു, ആ നല്ലൊരു വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ അമ്മക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് അയച്ചു തരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അതൊരു ഡബിൾ സന്തോഷമായി മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരാൾക്ക് ഇഷ്ടപ്പെടാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളും സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കാണാത്തവർ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അടുത്തതായിട്ട് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണിക്കുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ.
മഷ്റൂം നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല, എന്നാൽ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് താനും. അപ്പോൾ നമുക്കത് കിട്ടുന്ന സമയത്ത് അത് കളയാതെ, അതായത് കാണുന്ന സമയത്ത് അതെടുത്ത് എന്തായാലും യൂസ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചിലർക്കൊന്നും മഷ്റൂം മസാല ഒന്നും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എന്നാലും സൂപ്പ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി മഷ്റൂംസൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ല ഒന്ന് തോർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പിടി വെളുത്തുള്ളി കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുക്കുക. കൂടെ 2 സവാളയും ഇതുപോലെ തന്നെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഗോൾഡൻ കളർ ആവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻസും ചേർത്ത് കൊടുക്കുക. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അല്ലാത്ത ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഡിന്നർ ഓപ്ഷനും കൂടിയാണ് കേട്ടോ ഇതുപോലുള്ള സൂപ്പുകൾ. മഷ്റൂമിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത്രയും ന്യൂട്രിയൻസ് ആണ് ഇതിലുള്ളത് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പെപ്പർ കോൺസ് ചേർത്ത് കൊടുക്കുക, അതായത് നമ്മൾ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ അരച്ചെടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്ന ഡ്രൈഡ് ഹെർബ്സ് ആട്ടോ. അപ്പോൾ ഈ ഡ്രൈഡ് ഹെർബ്സൊക്കെ ഞാനിപ്പോൾ അടുത്തായിട്ട് ഒരുപാട് റെസിപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് വില ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ കുറേ മുന്നേ തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളത് എല്ലാത്തിലേക്കും കുറേശ്ശല്ലേ ചേർക്കുള്ളൂ. ഇതിനൊരു ബോട്ടിലിന് 69 or 72 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത്. അതുപോലെ തന്നെയാണ് പാപ്രിക്ക പൗഡർ 100 സംതിങ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നുമില്ല, പക്ഷേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഡിഷസിലേക്ക് അത് ചേർത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആട്ടോ. പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. ഇനി അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂംസ് ചേർത്ത് കൊടുക്കുകയാണ്. മഷ്റൂമൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. ഏറിപ്പോയാൽ ഒരു 2-3 മിനിറ്റ് മതി, അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വാടി വരും. ഒരുപാട് കുക്കാകുമ്പോഴാണ് ഈ മഷ്റൂം പോലുള്ള വെജിറ്റബിൾസൊക്കെ ഒരു റബ്ബർ പോലെ ആയി മാറുന്നത്. ഒരു കറക്റ്റ് കുക്കായാൽ അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ആവശ്യത്തിന് കുക്കായി സോഫ്റ്റായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂപ്പിലേക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ആ വെള്ളത്തിലൊക്കെ അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങട്ടെ. അതിനുശേഷം എന്താ ഞാനിതിൽ നിന്ന് ഒരു 1/4 കപ്പോളം ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് ഈ ഒരു മസാല ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൂപ്പ് മൊത്തത്തിൽ അരച്ചെടുത്ത് കഴിയുമ്പം കടിക്കാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയാണ് അരച്ചെടുക്കുന്നത്. അതെല്ലാം നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ, അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം തൂറ്റി മേലേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാ സൂപ്പിൻ്റെ ഐറ്റംസൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തിക്ക് കൂടുതലായി തോന്നിയപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പച്ചച്ചുവ വേറിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇനി അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് തിക്കാവാണ്ടിരിക്കാൻ കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്തത്. ഇതെല്ലാം തിളച്ച് ആവശ്യത്തിന് തിക്നെസ് ആയി കഴിഞ്ഞപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഡ്രൈഡ് ഹെർബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എഴുതി അറിയിക്കുക. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കാനും മറക്കരുത് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നുള്ളതും. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല റെസിപ്പി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാം.